കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഒരു വൈകുന്നേരം ചായ കുടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം അതില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും ചോദിക്കും ഒന്നും ഇല്ലേ ചായയുടെ കൂടെയെന്ന്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാമല്ലോ, പുറത്തുനിന്ന് വാങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ അതേ ഉഴുന്നൊക്കെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ അതിൽ തന്നെ ഇട്ട് ഞാനൊന്ന് അടിച്ചെടുത്തു. ഇനി ഈ ഉഴുന്നരച്ച് ഈ മിക്സി ജാർ കഴുകാനായിട്ട് എളുപ്പത്തിന് ഞാൻ ചെയ്യുന്നത് അതിൽ തന്നെ കുറച്ച് വെള്ളവും ഡിഷ് വാഷറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കും. അപ്പോഴത്തേക്ക് നന്നായിട്ട് നീറ്റായിട്ട് കഴുകി കിട്ടും. ഇനി അരച്ചെടുത്ത മാവിൽ കുറച്ച് ഉള്ളിയും ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഉഴുന്നുവട ഓരോന്നായിട്ട് പൊരിച്ചെടുത്ത് കേട്ടോ. ഈ അരയ്ക്കുന്ന മാവിൽ ഞാൻ മൈദയോ റവയോ അങ്ങനെ വേറൊന്നും ചേർക്കാറില്ല. അരയ്ക്കുമ്പോൾ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം പച്ചമുളക് അല്ലാതെ ചേർത്ത കുഞ്ഞുങ്ങൾക്ക് അത് എടുത്ത് കളയാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല ഇഞ്ചിയും ഏലക്കയിട്ട് ഒരു ചായയും കൂടെ ഉണ്ടാക്കി. ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ചായയിൽ നല്ല കടുപ്പവും വേണം, നല്ല അടിച്ച ചായ വേണം. അപ്പം അത് നല്ല പൊക്കി തന്നെ ഞാൻ ചായ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നല്ല മൊരിഞ്ഞ ഉഴുന്നുവടയും ചായയും എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ പെട്ടെന്നൊരു ചോദ്യം, ഉഴുന്നുവടയ്ക്ക് ചമ്മന്തി ഇല്ലേന്ന്. പിന്നെ ഞാൻ ഓടിപ്പോയി കുറച്ച് തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു കുഞ്ഞ് ചമ്മന്തിയും കൂടെ ഒന്ന് സെറ്റാക്കി. പിന്നെ ചമ്മന്തി താളിക്കാനൊന്നും നിന്നില്ല, ചായ ചൂടാറാൻ പാടില്ലല്ലോ. അങ്ങനെ ഉഴുന്നുവടയും ചമ്മന്തിയൊക്കെ കൂട്ടി എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു.